ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടോ. വേണ്ട, അവിടേക്ക് പൂപ്പുണ്ട് അവിടെ ടെറസിൽ. നമ്മൾ ടെറസ് ആകെ വൃത്തികേടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മഴക്കാലമാണല്ലോ. അപ്പം പോരാത്തതിന് അവിടെ ചെടികളുള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ നാശമാവും. അപ്പം ജസ്റ്റ് നമ്മൾ ടെറസിലേക്കുള്ളൊരു ഇപ്പോഴത്തെ ടെറസിൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടൊരു വീഡിയോ എടുത്താണ് കേട്ടോ. എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞിട്ട് നമ്മളെ കടലാസ് ചെടികളൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഉണക്കമുണ്ട് ഈ ഒരു ടൈമിൽ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത് തന്നെ. എല്ലാം ഞങ്ങൾ ടെറസിലേക്ക് വരാനൊന്നും കഴിയില്ല, കാരണം നല്ല സ്ലിപ്പ് വഴുക്കി വീണവും. അപ്പം ഇവിടെ ഒരു ഇതാണ് കേട്ടോ ഓള് നോക്കണത്. ഇതിന്മേൽ ഇതുണ്ട്, കുറേ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾക്കിടെ കയറി വരാത്തതുകൊണ്ടാണ് ഇതിന്മേൽ ഇങ്ങനെ കുറേ നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആവുന്നതിനനുസരിച്ച് മൂത്ത മോള് കട്ട് ചെയ്തെടുക്കും, ഉപ്പ് മുളകിട്ടൊക്കെ കഴിക്കും. കാരണം ഇതിപ്പോൾ കുറേശ്ശെ പഴുത്തിട്ടുണ്ട്. ഉപ്പ് പഴുക്കണം എന്നൊന്നുമില്ല. മൂത്ത മോൾക്ക് മിയക്ക് അത് ഉപ്പ് മുളകിട്ട് കഴിക്കും. അപ്പം പക്ഷെ കാഴ്ച കിടക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളെ വേറെ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് എന്താണെന്ന് അറിയില്ല, കായ്ക്കൊന്നുമില്ല, പൂവിടും, അതങ്ങനെ കരിഞ്ഞിട്ട് എന്തോ ആയിപ്പോവും. പിന്നെ ഇവിടെ നമ്മുടെ പേരക്ക കിലോ പേരയായിട്ട് ശരിക്കും ഇത്. പക്ഷേ എന്താ പറയുക, കുറേ കായകൾ അങ്ങനെ എന്തോ ആയിപ്പോയി. അപ്പോൾ ഇതിമ്പോൾ 3-4 ഇപ്പോൾ 2 കുറച്ച് വലുതായിട്ടുണ്ട്, പഴുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അതിൻ്റെ ടെറസിലുണ്ടാകുന്ന ചിക്കു അതേപോലെ ഇതൊക്കെ കാക്ക കൊത്തി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷെ വേണമായിട്ട് എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഉള്ളോട് വാങ്ങിയപ്പോൾ നല്ല പുളിയുണ്ട് കേട്ടോ. അത് ഭയങ്കര പുളി. ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്, പക്ഷേ നല്ല പുളിക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു റെഡ് ലേഡി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മിയക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തപ്പോൾ അതവിടെ അങ്ങനെ ചിരട്ട വെച്ച് കമഴ്ത്തി കൊടുത്താണ്. അങ്ങനെ ചെയ്താൽ വീണ്ടും ഉണ്ടായി വരും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചിക്കുണ്ട്. ചിക്കുവിൻ്റെ കായ 3-4 പറിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കുറച്ചിടെ. പിന്നെ മഴ ആണെങ്കിലും കടലാസ് പൂവുണ്ടാവുന്നുണ്ട്. കാരണം ഇടയ്ക്ക് വെയിലുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, ടെറസിലും കൂടെ ആണല്ലോ, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ടെറസിൻ്റെ കോലങ്ങൾ. എന്താ പറയുക, വൃത്തികേടായിട്ടുണ്ട് നന്നായിട്ട്. കടലാസ് ചെടീൻ്റെ ഈ നല്ല ഡാർക്ക് കളറിൽ നിൽക്കുന്ന പൂക്കൾ നല്ല ഭംഗിയാണല്ലോ. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണ് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് പുല്ലൊക്കെ മുളച്ച് നാശമായിട്ടാണ്. അവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറുമ്പോൾ ഞാൻ പുല്ലൊക്കെ കാണുന്നതിനനുസരിച്ച് പറിച്ചു കൊടുക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, നമുക്ക് മഴ ആകുമ്പോൾ കയറാൻ കഴിയില്ലല്ലോ. കണ്ടോ, അതൊക്കെ അങ്ങനെ ചാഞ്ഞ് വീണെടുക്കണേ. ഇതേപോലെ കാടാൻ വേണ്ടി സമ്മതിക്കില്ല. കാരണം ഈ കടലാസ് ചെടി കാടായി കഴിഞ്ഞാൽ നല്ല പ്രയാസം പറിച്ച് വൃത്തിയാക്കി എടുക്കാൻ, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചെറുതിനെ വെച്ചിട്ട് അങ്ങനെ കുറേ ഒന്നും അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പണി ഉണ്ടാക്കും. അപ്പോൾ വേഗം ഞാൻ പോകുന്ന അവിടുന്ന്. ഈ സ്റ്റാർ ഫ്രൂട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും ഓൾ കേൾക്കൂല. അവൾക്ക് ഈ പൊടിയുള്ള ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഞാൻ നമ്മളെ കലാത്തികളൊക്കെ എന്താണ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഒരു തിരക്കിട്ട ഒരു സമയത്തായിരിക്കും ഓരോ പണി എടുക്കുക. അതിന് ഇതിങ്ങനെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല. പക്ഷെ കാണുന്നവർക്ക് വീഡിയോ എടുക്കലല്ലേ എന്ന് പറഞ്ഞാലും എടുക്കൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ്, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോദിക്കും ഇത്ര റിസ്ക് എടുത്ത് എടുക്കണം എന്തിനാന്ന്. പക്ഷേ എനിക്ക് താല്പര്യമാണ്, യൂട്യൂബിൽ വീഡിയോ ഇടാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്, സൗകര്യമുള്ളപ്പോൾ എടുക്കുന്നത്. പിന്നെ ഞാൻ സെയിലൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. കുറേ തൈകളൊക്കെ ആയി വരുന്നുണ്ട്, കുറേ ചെടികളൊക്കെ തൈകളൊക്കെ ആയി വരുന്നുണ്ട്. സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ കണ്ടോ, നല്ല നല്ല രസമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ഞാൻ വലിയ ചട്ടിക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ചെറിയ ചട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്, അതൊക്കെ ഇപ്പോൾ വലിയ ചട്ടിക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്താണ്, നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗി തോന്നുന്നുണ്ട് ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞത് 50 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ഒരു കലാത്തിയായിരുന്നു. ഇപ്പോൾ കുറേ തൈകളായിട്ടുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കണം, സെയിൽ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ഇവിടെയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. കുറേ ഇങ്ങോട്ട് തിങ്ങി നിന്നിട്ടുണ്ടായിരുന്നു 2-3 ചെടികളൊക്കെ. ചെമ്പരത്തികളൊക്കെ അവിടെ നിന്ന് മാറ്റി, ചെമ്പരത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ. ഇപ്പോൾ അവിടെ വെറും അഗ്ലോണിമ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ. അതുപോലെ ഈ യുജീനിയൊക്കെ ഞാൻ പൂച്ച എന്തോ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, എവിടുന്നോ എന്തോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ യുജീനിയെ ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ചു.
അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു. പിന്നെ മഴയില്ലാത്ത സമയത്തായതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത്. ഞാൻ മോളെയും കൊണ്ട് ഇറങ്ങുക ചെയ്ത്, അല്ലാണ്ട് വേറെ വഴിയില്ല. ഒന്നായിട്ട് നാശമായിട്ടുണ്ടായിരുന്നു, മഴ പെയ്ത് എന്തോ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചെടികൾ അങ്ങനെ ആയിട്ടുണ്ടാവും അല്ലേ മഴക്കാലത്ത്? പിന്നെ നല്ല ഗ്രോത്ത് ഉണ്ടായാലും പക്ഷേ ടോട്ടൽ നോക്കുകയാണെങ്കിൽ വൃത്തിയില്ലാത്ത കോലമായിട്ടുണ്ടാവും ചെടി. ഇലകളൊക്കെ നല്ല വലുതാവും, പക്ഷേ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇത് ഞാനിതുവരെ അഗ്ലോണിമാണ് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഫസ്റ്റ് കാണിച്ച ചെടി ഇതൊക്കെ അഗ്ലോണിയം തന്നെയാണ്, പക്ഷേ അതിൻ്റെ പേര് ഡിഫ്രോബാച്ചിയ എന്നാണല്ലോ. പിന്നെ ഇതാർക്കും വേണ്ടാത്തൊരു ടൈപ്പ് ഓഫ് അഗ്ലോണിയം എൻ്റെ കയ്യിലുണ്ട്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല അത്. ഈ ഒരു അഗ്ലോണിമൊക്കെ ആർക്കും വേണ്ട കേട്ടോ. ഇത് അഗ്ലോണിമ ലിപ്സ്റ്റിക്ക്. ഇത് അതുകൊണ്ട് തന്നെ കുറേ ഇത് ഇവിടെ ഉണ്ട്. എന്നാലും ഞാൻ കുറേ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒറ്റ സ്വഭാവം കൊണ്ടാണ് ചെടി ഞാൻ അകത്ത് വെക്കാത്തത്. ഇതിൻ്റെ ഇലയൊക്കെ പിടിച്ച് വലിച്ച് തിന്ന് കഴിഞ്ഞാൽ പണിയാവാൻ അത് മതിയാവും. അതുകൊണ്ടാണ് ഞാനിത് അകത്ത് വെക്കാത്തത്. എനിക്കിഷ്ടമാണ് ചെടികൾ അകത്ത് വെക്കാൻ. കുറേ ചെടികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഒരു പെയറാണ് ഞാൻ ഗിവ് അവേ കൊടുത്തതെന്ന്. ഇതും കുറേ ഞാൻ സെയിൽ ചെയ്താണ് കേട്ടോ. നമ്മളെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ. ഫ്രീ ആയി കൊടുത്ത സമയത്ത് കുറേ പേര് എനിക്ക് പൈസയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര വലിയ ചെടികൾ, വില കൂടിയ ചെടികൾ നിങ്ങൾ എന്തിനാണ് ഫ്രീ കൊടുക്കുന്നത് വെച്ചിട്ട്. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പുറത്ത് കണ്ട ചെടി. ഇതിൻ്റെ കുട്ടികളാണ്, ഇതിൻ്റെ അമ്മ അതാണ് കേട്ടോ. ഇതാണ് മദർ പ്ലാന്റ്, മറ്റേതിൻ്റെ മക്കളാണ്. ഇതിൻ്റെയൊക്കെ കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളിട്ട്, ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. പിന്നെ മെസ്സേജ് മാത്രം ചെയ്താൽ മതി കേട്ടോ, കോൾ ചെയ്യണ്ട. കോൾ ചെയ്താൽ കിട്ടൂല കേട്ടോ അതിലേക്ക്. പിന്നെ ഇതിൻ്റെ സബ്സ്ക്രൈബർ കൊണ്ടുവന്നൊരു അഗ്ലോണിമയാണ് ഇതും അതേപോലെ ഇതിൻ്റെ സബ്സ്ക്രൈബർ കൊണ്ടുവന്ന അഗ്ലോണിമയാണ്. ഇപ്പോൾ കാരണം നല്ല ഗ്രോത്തായി. അപ്പം ഈ കുറച്ചിടായിട്ട് ചെടീൻ്റെ ഇടയ്ക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഞാനൊരു സബ്സ്ക്രൈബറുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഒരു 8-10 വെറൈറ്റി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഫ്രീയും വെച്ച് തന്നിട്ടുണ്ടായിരുന്നു.